1980കളുടെ ആ പഴയ കാലഘട്ടം. ഇന്നത്തെ പോലെയല്ല. ടോർച്ചും ബാറ്ററിയുമൊക്കെ വലിയ ആഡംബരമായിരുന്ന കാലം. ടൗണിലെ വലിയ പണക്കാരുടെ കയ്യിൽ മാത്രം കാണുന്ന ആ ബാറ്ററിക്കട്ടകൾ വാങ്ങാൻ സാധാരണക്കാർക്ക് ശേഷിയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ രാത്രിയായാൽ എല്ലാവരുടെയും കൂട്ട് കരിയിലകളും മറ്റും കെട്ടിയുണ്ടാക്കിയ ചൂട്ടായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ രഘുവിന്റെ കയ്യിൽ പക്ഷേ ഒരു ചൂട്ടുപോലും ഉണ്ടായിരുന്നില്ല. ഭീകരമായ ആ പ്രേത സിനിമ കണ്ട് തിയേറ്ററിന് പുറത്തിറങ്ങിയ പൗലോസിനെ ബാക്കി 3 പേരും കൂടി വളഞ്ഞിട്ട് കളിയാക്കുകയായിരുന്നു. പൗലോസിന്റെ കണ്ണ് ഇപ്പോഴും തള്ളിയിരിക്കുന്നത് കണ്ട ദാസൻ അവനെ ചിരിച്ചുകൊണ്ട് തോണ്ടി. എടാ, പടം കഴിഞ്ഞിട്ടും നീ എന്തിനാടാ എൻ്റെ കൈ ഇപ്പോഴും മുറുക്കി പിടിച്ചിരിക്കുന്നത്? ഉടനെ സുമേഷ് ഏറ്റുപിടിച്ചു. പടത്തിൽ ആ ശവം എഴുന്നേൽക്കുന്ന സീൻ വന്നപ്പോൾ ഇവൻ ഇരുന്ന സീറ്റിൽ നിന്ന് ഒരു ചാട്ടം ചാടിയതാ. മുൻപിലിരുന്നവന്റെ തലമണ്ടയ്ക്ക് അടികൊള്ളാത്തത് അവന്റെ ഭാഗ്യം. വിനു പൗലോസിന്റെ പേടിയെപ്പറ്റി ഓരോന്ന് പറഞ്ഞു ചിരിക്കുമ്പോഴും രഘു മാത്രം ഒന്നും മിണ്ടാതെ തന്റെ സിഗരറ്റ് പുകച്ചു നിൽക്കുകയായിരുന്നു. അതെന്താ രഘു, നീ മിണ്ടാത്തത്? നീയും പേടിച്ചു പോയോ എന്ന് വിനു ചോദിച്ചപ്പോൾ രഘു പുച്ഛത്തോടെ പുക പുറത്തേക്ക് വിട്ടു. എടാ, ഇതൊക്കെ കണ്ടുപേടിക്കാൻ ഞാൻ നിങ്ങളെപ്പോലെ പേടിത്തൊണ്ടനാണോ? മനുഷ്യനേക്കാൾ വലിയ ഐറ്റം ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല, രഘു ഉറപ്പിച്ചു പറഞ്ഞു. ടൗൺ ജംഗ്ഷനിലെത്തിയപ്പോൾ കൂട്ടുകാർ അവനെ ഉപദേശിച്ചു. രഘു, ഷൈൻ ചെയ്യാതെ മെയിൻ റോഡ് വഴി പൊക്കോ. ആ പനഞ്ചുവട് പറമ്പ് വഴി പോകണ്ട. രാഘവൻ നായരുടെ കാര്യം നിനക്കറിയാലോ. 30 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ കള്ളുകുടിച്ച് നടന്ന് ഒടുവിൽ ആത്മഹത്യ ചെയ്ത രാഘവൻ നായരുടെ കഥ ആ നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയുമൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ ദഹിപ്പിച്ചിരുന്നില്ല. പകരം ആ പറമ്പിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. നാട്ടിലെ സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുമ്പോൾ രാഘവനെക്കുറിച്ചുള്ള കഥകൾ പറയുമായിരുന്നു. രാഘവന്റെ മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ വരാന്തയിൽ ആരോ നടക്കുന്നുണ്ടെന്നും അമ്മുമ്മേ എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിക്കുന്നത് കേട്ടു എന്നും. രാഘവനെ കുഴിച്ചിട്ട ആ സ്ഥലത്ത് എപ്പോഴും കള്ളിന്റെ മണം വരുമായിരുന്നുവെന്നും ഒരിക്കൽ അയാളുടെ അച്ഛൻ തന്നെ ആ തറയിൽ ആരോ ഇരിക്കുന്നത് കണ്ടുവെന്നും നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. സാധാരണയായി രഘു എന്നും ആ പറമ്പ് വഴിയാണ് രാത്രി 9 മണിക്ക് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ അവനെ കാത്തിരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ആ സമയം വരെ അവൻ കവലയിൽ ചെലവഴിക്കും. 9 മണിയാകുമ്പോൾ പറമ്പിന് ചുറ്റുമുള്ള വീടുകളിൽ മണ്ണെണ്ണ വിളക്കുകൾ കത്തുന്നുണ്ടാകും. ആ വെളിച്ചം അവനൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇന്ന് സമയം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു. ആ പറമ്പിന് ചുറ്റുമുള്ള വീടുകളിലെ മണ്ണെണ്ണ വിളക്കുകൾ എന്നെ അണഞ്ഞുപോയിരുന്നു. കൂരിരുട്ട് മാത്രം ബാക്കി. ഒരു ചൂട്ടുപോലും കയ്യിലില്ലാതെ രഘു ആ ഇരുട്ടിലേക്ക് ചുവടുകൾ വെച്ചു. പറമ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ അന്തരീക്ഷം മാറി. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റ് ആരോ തന്റെ പേര് വിളിക്കുന്നതുപോലെ അവന് തോന്നിപ്പിച്ചു. എവിടെയോ നിന്ന് കള്ളിന്റെയും അഴുകിയ മാംസത്തിന്റെയും ഒരു സമ്മിശ്രഗന്ധം അവന്റെ മൂക്കിലേക്ക് അടിച്ചുകയറി. രാഘവൻ നായരുടെ അച്ഛൻ കണ്ട ആ രൂപം തന്റെ മുന്നിലും വരുമോ എന്ന് അവൻ ഒരു നിമിഷം ഭയന്നു. രാഘവൻ നായരെ കുഴിച്ചിട്ട ആ തറയ്ക്ക് അരികിലെത്തിയപ്പോൾ രഘുവിന്റെ കാലുകൾക്ക് പതിവില്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള വീടുകളിലെ മണ്ണെണ്ണ വിളക്കുകൾ എന്നെ അണഞ്ഞിരിക്കുന്നു. ആകാശം മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രപ്രകാശം പോലുമില്ലാത്ത കൂരിരുട്ട്. ഒരു ചൂട്ടുപോലും കയ്യിലില്ലാത്തതിന്റെ ആധി അവന്റെ ഉള്ളിൽ പുകഞ്ഞു. പെട്ടെന്ന് ആ അർദ്ധരാത്രിയുടെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം കേട്ടു, പതുക്കെയുള്ള ഒരു പിറുപിറുക്കൽ. രഘു സൂക്ഷിച്ചു നോക്കി. രാഘവന്റെ അന്ത്യവിശ്രമസ്ഥലത്ത് ആ കല്ലറയുടെ മുകളിൽ ഒരു നിഴൽ രൂപമിരിക്കുന്നു. വെളുത്ത മുണ്ട് തലയിലൂടെ പുതച്ചിരിക്കുന്നതുകൊണ്ട് മുഖം വ്യക്തമല്ല. ആ രൂപം മുത്തശ്ശി പറഞ്ഞതുപോലെ പതുക്കെ വശങ്ങളിലേക്കാടുന്നുണ്ട്. വായുവിലപ്പോൾ രാഘവന്റെ പ്രിയപ്പെട്ട ആ നാടൻ ചാരായത്തിന്റെ രൂക്ഷഗന്ധം പടർന്നു. രഘുവിന്റെ നെഞ്ചിടിപ്പ് അവന്റെ കാതുകളിൽ ഒരു പെരുമ്പറ പോലെ മുഴങ്ങി. രാഘവൻ നായരുടെ അച്ഛൻ കണ്ട അതേ രൂപം. അവന്റെ മനസ്സ് മന്ത്രിച്ചു. ഓടാൻ തോന്നിയെങ്കിലും കൂട്ടുകാരുടെ മുന്നിലെ തന്റെ വീരവാദം അവനെ തടഞ്ഞു. മനുഷ്യനേക്കാൾ വലുതല്ല ഒരു പ്രേതവും എന്ന് സ്വയം ഉറപ്പിച്ചുകൊണ്ട് അവൻ ശ്വാസമടക്കി പിടിച്ചു. അവൻ ശബ്ദമുണ്ടാക്കാതെ ഓരോ ചുവടായി മുന്നോട്ട് വെച്ചു. ഉണങ്ങിയ ഇലകൾ പോലും ചതയാതെ ഒരു വേട്ടക്കാരനെപ്പോലെ അവൻ ആ രൂപത്തിന്റെ തൊട്ടുപിന്നിലെത്തി. ആ രൂപം എന്തോ മന്ത്രിക്കുന്നുണ്ട്. രാഘവൻ നായരെ, നീ ചത്തതല്ലേടാ, പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? രഘു മനസ്സിൽ ചോദിച്ചുകൊണ്ട് തന്റെ സർവ്വകരുത്തുമെടുത്ത് ആ രൂപത്തിന്റെ വലതു തോളിൽ അമർത്തിപ്പിടിച്ചു. പെട്ടെന്ന് സംഭവിച്ചത് ഒരു വല്ലാത്ത സ്ഫോടനമായിരുന്നു. ആ രൂപം ഒരു കാട്ടുജന്തുവിനെപ്പോലെ ഞെട്ടിത്തിരിഞ്ഞു. രഘുവിന്റെ തൊട്ടുമുന്നിൽ ആ രൂപത്തിന്റെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. അടുത്ത നിമിഷം ആ പറമ്പാകെ വിറപ്പിക്കുന്ന രീതിയിൽ ഒരു അലർച്ച ഉയർന്നു. അമ്മേ, പ്രേതം, രക്ഷിക്കണേ! അപ്രതീക്ഷിതമായ ആ നിലവിളിയിൽ രഘുവിന്റെ സകല ധൈര്യവും ചോർന്നുപോയി. അയ്യോ, പ്രേതം എന്ന് അവനും അറിയാതെ ഉറക്കെ നിലവിളിച്ചുപോയി. 2 പേരും 2 വശത്തേക്ക് ചിതറിയോടി. രഘു ആ ഇരുട്ടിൽ തട്ടിത്തടഞ്ഞു വീഴുമ്പോൾ ആ വെളുത്ത രൂപം നേരെ പോയി പറമ്പിലെ വലിയ പ്ലാവിൽ ഠേ എന്ന ശബ്ദത്തോടെ ഇടിച്ചു. ഒരു നിലവിളി കൂടി പുറത്തു വന്നു. പിന്നെ നിശബ്ദത. രഘു കുറേ നേരം ശ്വാസം വിടാതെ ഒളിച്ചിരുന്നു.
അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ രൂപത്തിനടുത്തേക്ക് നീങ്ങി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ആ രൂപത്തിന്റെ തലയിലെ മുണ്ട് മാറ്റിയപ്പോൾ രഘു ശരിക്കും ഞെട്ടി. അത് രാഘവൻ നായരല്ല, നാട്ടിലെ കള്ളൻ കുട്ടപ്പനായിരുന്നു. ബോധം പോയ കുട്ടപ്പന്റെ അടുത്ത് തറയിൽ ചിതറിക്കിടക്കുന്നത് അന്ന് രാത്രി അവൻ മോഷ്ടിച്ച പിച്ചളപാത്രങ്ങളായിരുന്നു. കുട്ടപ്പൻ പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന രഘുവിനെ കണ്ടതും അവൻ വീണ്ടും കരയാൻ തുടങ്ങി. രാഘവൻ നായരെ, എന്നെ കൊല്ലരുതേ. ഞാനിനി നിങ്ങളുടെ പറമ്പിലേക്ക് വരില്ല. ഈ കിണ്ടിയൊക്കെ ഞാൻ തിരിച്ചു വെച്ചോളാം. എന്നെ വിട്ടയക്കണേ. രഘുവിനപ്പോഴാണ് കാര്യം മനസ്സിലായത്. എടാ കുട്ടപ്പ, ഇത് ഞാനാടാ രഘു. നീ എന്തിനാടാ ആ കല്ലറയുടെ മുകളിലിരുന്നത്? കുട്ടപ്പൻ കിതച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. സാറേ, മോഷണം കഴിഞ്ഞു വരികയായിരുന്നു. പെട്ടെന്നാണ് കക്കൂസിൽ പോവാൻ ഒരു മുട്ട്. രാഘവൻ നായരുടെ സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ. സമാധാനമായി അവിടെ ഇരുന്നതാ. അപ്പോഴല്ലേ ഒരു പ്രേതം വന്ന് എൻ്റെ തോളിൽ പിടിക്കുന്നത്. സിനിമയിലെ പ്രേതത്തേക്കാൾ ഭീകരമായ മുഖമായിരുന്നു സാറേ അതിന്. ആ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. താൻ പേടിച്ചത് രാഘവൻ നായരുടെ പ്രേതത്തെയല്ല, മറിച്ച് കാര്യം സാധിക്കാനിരുന്ന ഒരു കള്ളനെയാണല്ലോ എന്നോർത്തപ്പോൾ രഘുവിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൻ കുട്ടപ്പന്റെ പക്കൽ നിന്നും കുറച്ച് പണമെടുത്ത് അത് തന്റെ രഹസ്യമാക്കി വെച്ചു. അടുത്ത ദിവസം ചായക്കടയിൽ വെച്ച് അവൻ പതിവ് പോലെ തട്ടിവിട്ടു. എടാ, ഇന്നലെ രാഘവൻ നായരുടെ പ്രേതം എൻ്റെ മുന്നിൽ വന്നു. പക്ഷേ എൻ്റെ പവർ കണ്ടപ്പോൾ പുള്ളി പേടിച്ച് ബോധം കെട്ട് വീണു. അവസാനം പുള്ളി എന്നോട് മാപ്പ് ചോദിച്ചതുകൊണ്ട് ഞാൻ വിട്ടതാ. അത് കേട്ട് ദാസനും സുമേഷും പൗലോസും പാവം നാട്ടുകാരും വായും പൊളിച്ചിരുന്നു. അത് വിശ്വസിച്ചു. രഘുവിൻ്റെ അമിത ധൈര്യം അങ്ങനെ ആ നാട്ടിലെ ഒരു ഐതിഹ്യമായി മാറി.